ഹലോ ഗൈസ്, പുതുവീടിക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മളിന്ന് ഈസ്റ്ററായിട്ട് പള്ളിയിൽ പാദര കുർബാനയ്ക്ക് പോവുകയാണ്. ഇന്ന് ശനിയാഴ്ച പാദര കുർബാന കഴിഞ്ഞിട്ട് നമ്മൾ ഈസ്റ്റർ നോയമ്പ് വിടുന്ന പരിപാടികളൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദ ചർച്ച്. സോ ഗൈസ്, നമ്മൾ പള്ളിയിലോട്ട് ബസ്സിലാണ് പോകുന്നത്. സോ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത്. സോ പോകുന്ന വഴി കാഴ്ചകൾ കണ്ടിങ്ങനെ പോയി നമ്മുടെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് ചർച്ച് ഓഫ് ഡിവൈൻ മേഴ്സി ആണ് നമ്മുടെ പള്ളി. അപ്പോൾ അവിടെ നമുക്ക് ആദ്യമേ നമുക്ക് മെഴുകുതിരി എടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മെഴുക് താഴത്തേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ പേപ്പർ വെച്ചിട്ടൊരു സംഭവമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. സോ കുർബാന തുറക്കാൻ ഇനിയും സമയമുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈസ്റ്റർ സ്പെഷ്യൽ കോഡ്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പരിപാടി തുടങ്ങുകയാണ്. സോ ആദ്യമേ തന്നെ വലിയൊരു ക്യാൻഡിൽ നമ്മുടെ ഫ്രണ്ടിൽ കത്തിക്കണ ക്യാൻഡിൽ ആശീർവദിച്ച് പുതിയ ഫയർ ആൻഡ് ഇത് ലൈറ്റ് കൊണ്ടുവരാനായിട്ടുള്ളൊരു സംഭവമാണ്. സോ അങ്ങനെ നമ്മുടെ ക്യാൻഡിൽ ആശീർവദിച്ച് വെഞ്ചരിച്ച ശേഷം കത്തിച്ചിട്ട് ഉള്ളിലേക്ക് പ്രദക്ഷിണം പോലെ വരികയാണ്. പ്രദക്ഷിണം പോലെ വന്നിട്ട് ഇനി എല്ലാവരിലേക്കും ആ ഒരു തിരിയും ലൈറ്റും പാസ് ഓൺ ചെയ്യാനായിട്ട് എല്ലാവരിലേക്കും ഇങ്ങനെ കത്തിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കത്തിച്ചിങ്ങനെ കിട്ടും, കണ്ടോ, നമുക്കും കത്തിച്ചങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഇതും കൈ പിടിച്ചിട്ട് കുറച്ച് പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളും അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കത്തിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ആ ഒരു ക്യാൻഡിൽ അച്ഛൻ്റെ അവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ആ ക്യാൻഡിലായിരിക്കും എല്ലാ പ്രാവശ്യം കത്തിക്കുക. അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് മാമുദിസ മുങ്ങലുണ്ട്. വലിയ ഇതായിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിട്ടുള്ള ആൾക്കാരുടെ മാമുദിസ ബാപ്റ്റിസം ആണ് ഗൈസ്. സോ അതാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതുപോലെ നമ്മുടെ നാട്ടിൽ തൊലി ചെറുതായിട്ട് വെള്ളം ഒഴിക്കുകയല്ല, ഒരു ഇതിൻ്റെ പൂള് പോലെയുള്ള അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി നടത്തിയിട്ട് ഫുള്ളായിട്ട് കുളിപ്പിച്ചെടുക്കും. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും മെഴുകുതിരി കത്തിച്ചു പിടിച്ച് നമ്മുടെ മാമോദിസ മുങ്ങിയതിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി പുതുക്കുന്ന പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളങ്ങനെ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം നമുക്ക് നോയമ്പ് വീടാനായിട്ട്. മമ്മി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എയർ ഫ്രൈയിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു സ്പെഷ്യൽ കറിയും കൂടി ഉണ്ട്. ഓൾ ദ വേ ഫ്രം മലേഷ്യ നമുക്കൊരു കാട്ടുപന്നി കറി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. സോ ഒരു മലയ ഫ്രണ്ട് പപ്പയുടെ കൊണ്ടുവന്നാണ് കമ്പനിയുള്ളത്. സോ ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ പോയപ്പോൾ നല്ല വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. പാതിര കുർബാനയല്ല, നമുക്കൊരു 7 മണിക്ക് തുടങ്ങിയിട്ടുള്ള കുർബാനയായിരുന്നു. സോ അതിന് പോയപ്പോൾ നേരത്തെ പോയതിനാണ് ആ ഒരു വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴേക്കും ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. സോ കറക്റ്റ് ടൈമിംഗ് ആണ്. സോ ഇനിയിപ്പോൾ എന്തായാലും പോയി നമ്മൾ നോയമ്പ് മുറിക്കട്ടെ ഗൈസ്. സോ ലെറ്റ്സ് ഗോ ടു ദി ഫുഡിങ് ടൈം. നമ്മുടെ ചിക്കൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ബീഫ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്പത് ദിവസത്തിന് ശേഷം കഴിക്കുന്നതിൻ്റെ ഒരു ഫീലാണ് ഗൈസ്. വെന്തണ്ടോ നോക്കാൻ പറഞ്ഞാൽ വെന്തിട്ടുണ്ട്. കറിയാക്കിയിട്ടില്ല. കറിയാക്കിയിട്ട് ബാക്കി നമുക്ക് നാളെ കഴിക്കാം ഗൈസ്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഡിഷ്, കാട്ടുപന്നി എന്തോ ആണ് ഗൈസ്. കറി പോലെ ഫ്രൈ പോലെ ഒന്നും പറയാം, ഡ്രൈ ഫ്രൈ ഒന്നും പറയാൻ പറ്റില്ല. ചെറുതായിട്ട് ഗ്രേവി ഉണ്ട് ഗൈസ്. സോ നമുക്ക് കഴിച്ച് നോക്കാം. റോസ്റ്റിനും വേണമെങ്കിൽ പറയാം. നല്ല ഡാർക്ക് കളറായിട്ടുള്ള മീറ്റാണ് ഗൈസ്, ഭയങ്കര ഡാർക്കാണ്. കഴിച്ച് നോക്കാം ഗൈസ്. ഇത് നമ്മുടെ എയർ ഫ്രയറിലെ ചിക്കൻ ഫ്രൈ ഒരു സ്പെഷ്യൽ കറി വെച്ചാണ് ഉണ്ടാക്കിയത്. സ്പെഷ്യൽ മസാലയായിരുന്നു ഗൈസ്, മാഗിയുടെ. സോ എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ്. ലെറ്റ്സ് ടേസ്റ്റ്. എടുത്തു കുഴപ്പമില്ല ഗൈസ്. കാട്ടുപന്നി ഇത് മധുരമുള്ളതാണ്, മധുരമില്ലാത്തത്. കറിയും കുഴപ്പമില്ല.
കിടലൻ ഗ്രേവി ആയിരുന്നു വെച്ച് മാഗി സ്പെഷ്യൽ എയർ ഫ്രയർ ചിക്കൻ ഗ്രേവി മസാല അടിപൊളിയായിട്ടുണ്ട്. ബാക്കി കഴിച്ചു തീർക്കട്ടെ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സോ നല്ല കറിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു. സോ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നാളെ അടുപ്പിലെ വ്ലോഗ് ആയിരുന്നു. എല്ലാവർക്കും ബൈ.